70ാമത്തെ വയസ്സിലും ചെറുപ്പമായിരിക്കുന്നത് ആമകളും പിന്നെ ഭരണഘടനയും മാത്രമാണ് എന്നൊരു പറച്ചിലുണ്ട്. അതുപ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ബാലാരിഷ്ടതകളൊക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അതെന്തു തന്നെ ആയാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന നിലയ്ക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾക്ക് കയ്യും കണക്കുമില്ല. 395 ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളുകളുമായി തുടങ്ങിയ ഇന്ത്യൻ ഭരണഘടന ഇന്ന് 2020 104 പ്രാവശ്യം ഭേദഗതി ചെയ്യപ്പെടുകയും 470 ആർട്ടിക്കിളുകളും 25 ഭാഗങ്ങളും 12 ഷെഡ്യൂളുകളും 5 അപ്പൻഡിക്സുകളുമായി വളർന്നു വലുതാവുകയും ചെയ്തു. ഇതിനിടയിൽ വളരെയധികം പ്രാധാന്യമുള്ള എത്രയോ നിയമയുദ്ധങ്ങൾക്കും ഭരണഘടനയും ഇന്ത്യൻ കോടതികളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കോടതി വിധിയുടെ കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധമുള്ള എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കേസിലോ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപരമായ ഒരു സ്ട്രക്ചർ ഉണ്ട്, ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നും അത് അഭേദ്യമായി നിലനിൽക്കേണ്ടതാണ് എന്നും പ്രസ്താവിച്ച അടിസ്ഥാന ഘടനാ സിദ്ധാന്തം അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഉരുത്തിരിഞ്ഞു വന്നത് ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കോടതി വിധിയിലാണ്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത, ഈ കേസിൻ്റെ പ്രത്യേകത അവിടെയൊന്നും അവസാനിക്കുന്നതല്ല. അത് പറയുന്നതിന് മുമ്പായി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം കുറച്ചൊന്ന് പറയാതെയും വയ്യ. സ്വതന്ത്ര ഇന്ത്യ കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ മറ്റു പല രാജ്യങ്ങളെ പോലെ അസമത്വത്തിലേക്കാണ് പിറന്നു വീണത്. സാംസ്കാരികവും മതപരവും സാമൂഹികവുമായ വിഘടനം മാത്രമല്ല, സാമ്പത്തികമായ വിഭാഗീയതയും വളരെ കൂടുതലുണ്ടായിരുന്നു അന്നത്തെ ഇന്ത്യയിൽ. ഇതിനൊരു പരിഹാരം കാണണമെന്ന് അന്നത്തെ സോഷ്യലിസ്റ്റ് റാഡിക്കൽ ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലാൻഡ് റിഫോംസ് ആക്ടുകൾ പാസ്സാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് നിരവധി കോടതി യുദ്ധങ്ങൾക്ക് അത് വഴിവെച്ചുവെങ്കിലും സമാനമായ സാഹചര്യത്തിൽ കേരളത്തിലും ഒരു നിയമനിർമ്മാണം നടത്തുകയുണ്ടായി. കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1969. ഈ നിയമപ്രകാരം സമാനമായ മറ്റ് നിയമങ്ങൾ പോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ സ്വത്തോ ഭൂമിയോ കൈവശം വയ്ക്കുന്ന ആരിൽ നിന്നും ആ പരിധിക്ക് പുറത്തുള്ള സ്വത്ത് സർപ്ലസ് ആയി ഡിക്ലെയർ ചെയ്ത് ആ പ്രോപ്പർട്ടി ഗവൺമെന്റിനെ ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ കോമ്പൻസേഷനായി എന്ത് കൊടുക്കണം എന്ന് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ഈ നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയതിന് ശേഷം നിരവധി പേർക്ക് സ്വന്തം ഭൂമി നഷ്ടപ്പെട്ടു. പലർക്കും അവനവൻ്റെ ജീവിത വരുമാനം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി ഏത് തരത്തിൽ വിനിയോഗിക്കണം എന്നതും ഗവൺമെന്റുകളാണ് തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കൽ മൂലം വരുമാനം നഷ്ടപ്പെട്ട കാസർഗോഡ് എടനൂർ മഠത്തിലെ കേശവാനന്ദ ഭാരതി ആണ് ഈ പ്രശ്നവുമായി സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യത്തെ സ്വാമിജി എന്ന് പറയേണ്ടി വരും. ദീക്ഷ ഏറ്റെടുത്ത് 12 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ഭരണഘടനാ അവകാശങ്ങൾ, അവനവൻ്റെയും മഠത്തിൻ്റെയും ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഒരുപക്ഷെ ആദ്യത്തെ യുവ സന്യാസി ആയിരുന്നിരിക്കണം കേശവാനന്ദ ഭാരതി ശ്രീപാദ ഗൽവരു. എന്തായാലും നിയമത്തിന്റെ മാർഗം തേടാൻ തീരുമാനിച്ച അദ്ദേഹം നാട്ടിലുള്ള ഒരു വക്കീലിനെ കാണുകയും ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇതിൽ വളരെ സീരിയസ് ആയ ഒരു ഭരണഘടനാ പ്രശ്നം ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് കണ്ട അദ്ദേഹം നേരിട്ട് ദാദാ ചന്ദാനിക്ക് എഴുതുകയും വളരെ പ്രസിദ്ധനായിരുന്ന, അന്നും ഇന്നും എല്ലാ കാലത്തും ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ലോയറായിരുന്ന നാനാ പൽക്കിവാലയെ കാണിച്ചു. ഈ പ്രശ്നം കേട്ട ഉടനെ തന്നെ ഇത് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പോകുന്ന തരത്തിലുള്ള ഒരു വിധിക്ക് സാധ്യതയുള്ള കേസാണെന്നും ഇത് താൻ നേരിട്ട് നടത്താമെന്നും നാനാ പൽക്കിവാല കേശവാനന്ദ ഭാരതിയെ അറിയിച്ചു. എന്ന് മാത്രമല്ല, ആർട്ടിക്കിൾ 31 പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ തനിക്ക് ന്യായമായ കോമ്പൻസേഷൻ കിട്ടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ച കേശവാനന്ദ ഭാരതിയോട് അതുമാത്രമല്ല, ആർട്ടിക്കിൾ 29 ഉറപ്പു തരുന്ന റൈറ്റ് ടു മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
എന്ന റിലീജിയസ് അതോറിറ്റീസിനുള്ള പ്രത്യേക അവകാശത്തെ ഉന്നയിച്ചുകൊണ്ട് നാനാ പൽക്കിവാല റിട്ടായി കോടതിയെ ആർട്ടിക്കിൾ 32 പ്രകാരം സമീപിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് 1970-ലാണ്. എന്നാൽ ഈ കേസ് ഹിയറിങ്ങിന് വന്ന 1972 ആയപ്പോഴേക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. 1972 ഈ കേസ് സുപ്രീം കോടതിയിൽ ഓറൽ ഹിയറിങ്ങിന് വരുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് പറയാതെ ഈ കേസിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയാനേ സാധ്യമല്ല. 1966 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ആകസ്മികമായ മരണത്തോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നെഹ്റുവിയൻ എറ അവസാനിക്കുന്നു എന്നാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെയധികം പഠിക്കുകയും പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ള ഗ്രാൻവിലി ഓസ്റ്റിൻ പറയുന്നത്. എന്തായാലും 1966 ശേഷം അധികാരത്തിൽ വന്ന മിസസ് ഇന്ദിരാഗാന്ധി തുടക്കകാലത്തുണ്ടായിരുന്ന തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. 1971 ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസ് നേടിയ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിലും പാർലമെന്ററി പാർട്ടിയിലും ക്യാബിനറ്റിലും ഒക്കെ സ്വന്തം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു മിസസ് ഗാന്ധി. എന്നാൽ അത്തരത്തിൽ അവർ കോൺഗ്രസിലും പാർട്ടിയിലും പാർലമെന്റിലും ചെലുത്തിയിരുന്ന സ്വാധീനം മൂലം അവർ പ്രധാനമന്ത്രിയാവുക കൂടി ചെയ്തതോടെ എക്സിക്യൂട്ടീവ് പാർലമെന്റ് എന്ന തരത്തിലുള്ള വേർതിരിവില്ലാതെയാവുകയും ഈ രണ്ട് ഫംഗ്ഷൻസും പ്രധാനമന്ത്രിയായ മിസസ് ഗാന്ധിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ഏകഛത്രാധിപതിയായി ഇന്ദിരാഗാന്ധി ഇരുന്നരുളുന്ന കാലത്താണ് ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഫംഗ്ഷനായ ജുഡീഷ്യറി പാർലമെന്റിനും എക്സിക്യൂട്ടീവിനും നേരിട്ട് പ്രധാനമന്ത്രിക്ക് തന്നെയും ചില വെല്ലുവിളികളൊക്കെ ഉയർത്തിയത്. ഉദാഹരണത്തിന് 1967 പുറത്തു വന്ന ഗോലഖ്നാഥ് കേസ്, പിന്നീട് വന്ന പ്രിവി പഴ്സ് കേസ്, ബാങ്ക് നാഷണലൈസേഷൻ കേസ്, ഇതൊക്കെയും പാർലമെന്റിന് നേരിട്ട ഒരു വെല്ലുവിളിയായ പ്രധാനമന്ത്രിക്ക് നേരെ തന്നെയുള്ള ഒരു ചലഞ്ചായോ ഒക്കെയാണ് അന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വ്യാഖ്യാനിച്ചത്. ഗോലഖ്നാഥ് കേസ് കേശവാനന്ദ ഭാരതി കേസ് പറയുമ്പോൾ വിസ്തരിക്കേണ്ട മറ്റൊരു കേസാണെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിസ്തരിച്ചു പറയാം. എന്തായാലും ഗോലഖ്നാഥ് തുടങ്ങിയ കേസുകളിൽ ജുഡീഷ്യറി പാർലമെന്റും എക്സിക്യൂട്ടീവും കാണിച്ചതുപോലെ മിസസ് ഗാന്ധിയുടെ കാൽക്കലിരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും പാർലമെന്റിന്റെയും അതുവഴി എക്സിക്യൂട്ടീവിന്റെയും അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഉദാഹരണത്തിന് ഗോലഖ്നാഥ് കേസിൽ കോടതി വ്യക്തമായി പറഞ്ഞു, പാർലമെന്റിന് ഭരണഘടനയെ മാറ്റാൻ അവകാശമുണ്ടെങ്കിലും മൗലികാവകാശങ്ങളെ ഇല്ലാതെയാക്കാൻ ഒരവകാശവുമില്ല എന്ന്. ആർട്ടിക്കിൾ 13 ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റും ഇൻക്ലൂഡഡ് ആണ് എന്നും ഭരണഘടനാ മാറ്റം എന്ന ആർട്ടിക്കിൾ 368 നൽകുന്ന അവകാശം ഒരിക്കലും മൗലികാവകാശങ്ങളെ തുടച്ചു നീക്കാനായി പാർലമെന്റുകൾക്ക് ഉപയോഗിക്കാനാവില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഇത്തരത്തിൽ ജുഡീഷ്യറിയും പാർലമെന്റും അല്ലെങ്കിൽ ജുഡീഷ്യറിയും മിസസ് ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒരു വടംവലി നടക്കുന്ന കാലത്താണ് നമ്മുടെ കേശവാനന്ദ ഭാരതി ഇത്തരത്തിൽ ആർട്ടിക്കിൾ 31 പ്രകാരം സ്വന്തം പ്രോപ്പർട്ടി റൈറ്റ്സ് രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും 1970 ഇതൊരു റിട്ടായി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നാനി പാൽക്കിവാല നിർബന്ധമായി പറഞ്ഞു, ആർട്ടിക്കിൾ 31 പ്രകാരമുള്ള അവകാശമല്ല നമുക്ക് വേണ്ടത്, ആർട്ടിക്കിൾ 29 പ്രകാരം റിലീജിയസ് റൈറ്റ്സ്, അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ടുപോവാൻ ഇത്തരത്തിൽ റിലീജിയസ് മൈനോറിറ്റീസിന് ഭരണഘടന നൽകുന്ന അവകാശത്തിൽ ഊന്നിയായിരിക്കണം നമ്മൾ കോടതിയെ സമീപിക്കേണ്ടത് എന്ന്. എന്തായാലും കേശവാനന്ദ ഭാരതിയുടെ കയ്യിൽ നിന്നും കേസ് നാനി പാൽക്കിവാല ഏറ്റെടുക്കുകയും അദ്ദേഹം 1972 ഈ കേസ് വാദത്തിനെത്തിക്കുകയും ചെയ്തു. എന്നാൽ 1970 72 ഇടയ്ക്ക് ഉണ്ടായ മറ്റ് ചില രാഷ്ട്രീയ നാടകങ്ങൾ കൂടി ഈ കേസിന് ആസ്പദമാണ്. അതായത് 1967 ഭരണഘടനാ മാറ്റത്തിന് പാർലമെന്റിന് അധികാരമില്ല എന്ന് കോടതി പറഞ്ഞപ്പോൾ ഇതിനെ നിയമം മൂലം നേരിടാൻ തന്നെ മിസസ് ഗാന്ധി തീരുമാനിച്ചു. അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന ക്യാബിനറ്റും പാർലമെന്റും എക്സിക്യൂട്ടീവും ആയിരുന്നതുകൊണ്ട് ഭരണഘടനയിൽ 24th, 25th, 29th
ഈ 3 അമെൻമെന്റ്സും 72-നുള്ളിൽ, ഈ 2 വർഷത്തിനുള്ളിലാണ് 3 അമെൻമെന്റ്സ് ഭരണഘടനയ്ക്ക് വന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളെ കുറിച്ച് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 ആണ് പാർലമെന്റിന് ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശം കൊടുക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരം പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് ഭരണഘടനയിലെ ഏത് പ്രൊവിഷനും മാറ്റി എഴുതാൻ പാർലമെന്റിന് അധികാരമുണ്ട്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയറും ഉണ്ട്. അവിടെയാണ് ഗോലഖ്നാഥ് കേസിൽ പറഞ്ഞത് 368 പ്രകാരമുള്ള പ്രൊസീജിയർ അനുസരിച്ചാണെങ്കിൽ പോലും മൗലികാവകാശങ്ങളെ ഒന്നും എടുത്തു കളയാൻ പാർലമെന്റിന് അവകാശമില്ല എന്ന്. ഇതിനെ മറികടക്കാനായി കൊണ്ടുവന്ന 24ാമത്തെ അമെൻമെന്റിൽ പറയുന്നത് പാർലമെന്റാണ് സുപ്രീം ബോഡി. അതുകൊണ്ട് തന്നെ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തി ഭരണഘടനയുടെ ഏതു ഭാഗത്തെയും മാറ്റി എഴുതാനുള്ള അവകാശമുണ്ട്. ഒന്ന്. ഇനി 25ാമത്തെ അമെൻമെന്റ് പറയുന്നത് എന്താണ്? 25ാമത്തെ അമെൻമെന്റ് അമെൻമെന്റ് മാറ്റുന്നത് ആർട്ടിക്കിൾ 31(1) എന്ന പ്രൊവിഷനെയാണ്. അതായത് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും പ്രോപ്പർട്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ ഫെയർ ആയിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ള, അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് കോടതികൾ അതിനെ വ്യാഖ്യാനിച്ചത്. ഇതിനെ മറികടക്കാനായി ആർട്ടിക്കിൾ 31(1) മാറ്റങ്ങൾ വരുത്തുകയും കോമ്പൻസേഷൻ എന്ന വാക്കിനെ മാറ്റി എമൗണ്ട് എന്നാക്കുകയും, അതായത് ക്യാഷായോ അല്ലാതെയോ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്ത് ഗവൺമെന്റിന് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് വരുത്തുകയും ചെയ്തു. ആർട്ടിക്കിൾ 31(c) എന്ന മറ്റൊരു പ്രൊവിഷൻ കൂടി 25ാമത്തെ അമെൻമെന്റിൽ എഴുതി ചേർത്തു. അത് പറയുന്നത് പാർലമെന്റ് ഉണ്ടാക്കുന്ന ഒരു നിയമവും അത് നിർദ്ദേശക തത്വങ്ങളെ, ആർട്ടിക്കിൾ 39, 40, 41 തുടങ്ങിയ നിർദ്ദേശക തത്വങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമത്തെയും കോടതികൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള അവകാശവുമില്ല എന്നാണ്. ഇതിനെ എസ്കേപ്പ് ക്ലോസ് എന്നാണ് പറയുന്നത്. കാരണം ഈ പേരിൽ പാർലമെന്റിന് ഏത് നിയമം വേണമെങ്കിലും, ഏത് ഭരണഘടനാ ഭേദഗതി വേണമെങ്കിലും കൊണ്ടുവരാമെന്നും കോടതികൾക്ക് അവയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്നുമാണ് ഈ എസ്കേപ്പ് ക്ലോസ് പറഞ്ഞത്. ഇനി 29ാമത്തെ അമെൻമെന്റ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1969 എന്ന നിയമത്തെ ഭരണഘടനയുടെ 9ാമത്തെ ഷെഡ്യൂളിൽ പെടുത്തി. ഇനി 9th ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ഏതെങ്കിലും ഒരു നിയമം 9th ഷെഡ്യൂളിൽ പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അത് ജുഡീഷ്യൽ റിവ്യൂവിന്റെ പുറത്താണ്. അതായത് ആ നിയമം ശരിയാണോ തെറ്റാണോ ഭരണഘടനാനുസൃതമാണോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് ഒരാൾക്കും കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. കോടതികൾക്ക് അവയെ പരിശോധിക്കാനുള്ള അധികാരവുമില്ല. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ വ്യവസ്ഥകൾ. എന്നാൽ ഇത്തരത്തിൽ കേശവാനന്ദ ഭാരതി കോടതിയെ സമീപിക്കുമ്പോൾ നാനി പൽക്കിവാല ചലഞ്ച് ചെയ്തത് ആർട്ടിക്കിൾ 31 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 29 എന്നിവ ഉറപ്പുതരുന്ന അവകാശങ്ങളെ മാത്രമൊന്നുമല്ല. ഇത്തരം അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ 3 അമെൻമെന്റ്സും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നാണ് 33 ദിവസം നീണ്ടുനിന്ന തന്റെ ഓറൽ ഹിയറിംഗിനു വേണ്ടി എഴുന്നേറ്റപ്പോൾ നാനി പൽക്കിവാല ആവശ്യപ്പെട്ടത്. കേസിലെ ഇഷ്യൂസ് ഇതായിരുന്നു. അതായത് പാർലമെന്റിന് ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ ഏത് എക്സ്റ്റെൻഡ് വരെയാണ് ആ അവകാശം? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്യാമോ? ജുഡീഷ്യൽ റിവ്യൂവിനെ അമെൻഡ് ചെയ്യാമോ? ഭരണഘടനയിലെ ഏതൊക്കെ പ്രൊവിഷനെ എത്രത്തോളം പാർലമെന്റിന് അമെൻഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്? റൈറ്റ് ടു പ്രോപ്പർട്ടി, അന്ന് ആർട്ടിക്കിൾ 19(f) പിന്നീട് എടുത്തു കളഞ്ഞ ആ റൈറ്റ്, ആർട്ടിക്കിൾ 19(f) പ്രകാരം ക്ലാസിക് ഫ്രീഡംസിന്റെ ഭാഗമായിരുന്ന ഫ്രീഡം ടു അക്വയർ പ്രോപ്പർട്ടി, ഈ ഫണ്ടമെന്റൽ റൈറ്റ്, അതിന്റെ എക്സ്റ്റൻഷൻ എന്താണ്? ഇത്തരത്തിലുള്ള ഇഷ്യൂസ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 70ഓളം ദിവസം നീണ്ടുനിന്ന ആ ആർഗ്യുമെന്റ്, അതായത് 1 ഒക്ടോബർ 1972 ആരംഭിച്ച് 24 ഏപ്രിൽ 1973 അവസാനിച്ച ആ ഓറൽ ഹിയറിംഗിൽ വാദങ്ങൾ ഇതായിരുന്നു. ഇനി നേരത്തെ പറഞ്ഞുവല്ലോ, ഈ കേസിന്റെ പ്രത്യേകത നീണ്ട കാലം നടന്ന ആർഗ്യുമെന്റ്സോ, ഈ കേസ് കേൾക്കാൻ വേണ്ടി ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രത്യേകമായി രൂപീകരിച്ച ജഡ്ജിംഗ് പാനലോ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അതിനു മുമ്പോ അതിനു ശേഷമോ 13 അംഗങ്ങൾ ഇരുന്ന് ഒരു കേസും കേട്ടിട്ടില്ല.
എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ജഡ്ജിംഗ് പാനലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും പല ശ്രമങ്ങളും നടക്കുകയും ചെയ്തു. എന്തൊക്കെയായാലും 1973 ഏപ്രിൽ 24 കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറയുമ്പോൾ അത് ഇന്ന് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ വിധി 7:6 എന്ന മെജോറിറ്റിയിൽ ഡിസൈഡ് ചെയ്തു എന്നാണ് കാണുക. പല നിയമപുസ്തകങ്ങളിലും, ഒരുവിധം എല്ലാ നിയമപുസ്തകങ്ങളിലും പറയുന്നതും അങ്ങനെ തന്നെയാണ്. കേശവാനന്ദ ഭാരതി കേസിലെ മെജോറിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ 7:6 എന്നാണ് പറയുക. എന്നാൽ 676 പേജുള്ള ആ ജഡ്ജ്മെന്റിൽ 11 ജഡ്ജിമാർ 11 അഭിപ്രായങ്ങൾ പറഞ്ഞു. 2 പേർ പൂർണ്ണമായും ഡിസെൻറ്റ് ചെയ്തു. ഈ 11 അഭിപ്രായങ്ങൾ പറഞ്ഞ 11 ജഡ്ജിമാരിൽ 9 പേർ ഒന്നിച്ച് കോമൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുകയും അതിൽ സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ 11 പേരുടെയും ജഡ്ജിമെന്റ് പ്രത്യേകമായി വായിക്കുകയും ഓരോരുത്തരും പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും വേണ്ടി വരും. എന്തായാലും ചുരുക്കത്തിൽ കോടതി പറഞ്ഞത് ഇതാണ്: ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസ് ഈ കേസോടുകൂടി ഓവർ റൂൾ ചെയ്തിരിക്കുന്നു. അതായത് പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നിയമനിർമ്മാണമോ ഭരണഘടനാ ഭേദഗതിയോ നടത്താനുള്ള പൂർണ്ണ അവകാശമുണ്ട്. 24ാമത്തെ അമെൻമെന്റ്, അതായത് ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് ഭരണഘടനയിലെ എന്തും മാറ്റാം എന്ന നിയമ ഭേദഗതി വാലിഡ് ആണ്. 25ാമത്തെ അമെൻമെന്റ് പ്രകാരം ആർട്ടിക്കിൾ 31(1) കോമ്പൻസേഷൻ എന്നതിനെ എമൗണ്ട് എന്നാക്കി മാറ്റിയതും വാലിഡ് ആണ്. എന്നാൽ അതിലെ എസ്കേപ്പ് ക്ലോസ്, അതായത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പാസ്സാക്കുന്ന ഒരു നിയമവും കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന എസ്കേപ്പ് ക്ലോസ് വാലിഡ് അല്ല. 29ാമത്തെ അമെൻമെന്റ്, കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1969 9ാമത്തെ ഷെഡ്യൂളിൽ പെടുത്തിയ 29ാമത്തെ അമെൻമെന്റും വാലിഡ് ആണ്. ഒറ്റ നോട്ടത്തിൽ കേൾക്കുന്ന ഏതൊരാൾക്കും പാർലമെന്റിനും എക്സിക്യൂട്ടീവിനും മിസസ് ഇന്ദിരാഗാന്ധിക്കും ഫേവറബിൾ ആയ ഒരു ജഡ്ജ്മെന്റ് ആണ് കേശവാനന്ദ ഭാരതിയുടേത് എന്നാണ് തോന്നുക. എന്നാൽ വിശദമായി വായിക്കുന്ന ഏതൊരാൾക്കും, മിസസ് ഇന്ദിരാഗാന്ധിക്ക് പോലും മനസ്സിലായി ഇത് തനിക്ക് ഫേവറബിൾ ആയ ഒരു ജഡ്ജ്മെന്റ് അല്ല എന്ന്. അതായത് ആർട്ടിക്കിൾ 25 എസ്കേപ്പ് ക്ലോസ് അനുവദിക്കാതിരിക്കുക വഴി ജുഡീഷ്യൽ സുപ്രീമസി തന്നെയാണ് കോടതി ഉന്നം വെച്ചത്. കാരണം കോടതിക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതായി ഒന്നും ഉണ്ടായിക്കൂടാ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്, 9th ഷെഡ്യൂളിൽ പെടുത്തിയ ഒരൊറ്റ നിയമവും കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് സമ്മതിക്കുമ്പോൾ പോലും കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് അതാണല്ലോ. ഈ കേസ് അറിയപ്പെടുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കേസ് ലോ എന്നാണ്. കാരണം കോടതി ഈ കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്നും ഭരണഘടനാ ഭേദഗതികൾ ഒന്നും തന്നെ ആ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്നതാവരുത് എന്നും പറഞ്ഞത്. അതായത് 9th ഷെഡ്യൂളിൽ പെടുത്തിയാലും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയായാലും മറ്റേത് യുട്ടാലിറ്റേറിയൻ പർപ്പസിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതായി ഒരു നിയമവും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. 9th ഷെഡ്യൂളിൽ പെടുത്താം ഏത് നിയമവും, ജുഡീഷ്യൽ റിവ്യൂവിന്റെ പുറത്തെടുത്തു വയ്ക്കാം. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിയമം ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് കോടതികൾക്ക് പരിശോധിക്കാൻ കഴിയുന്നതാണ് എന്നാണ് കേശവാനന്ദ ഭാരതിയിലെ 700ഓളം പേജ് വരുന്ന ജഡ്ജ്മെന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ കേസിന് കുറെ അധികം ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടായി. നാം എണ്ണമിട്ട് പറയേണ്ടി വരും. ആദ്യത്തേത് 24 ഏപ്രിൽ 1973 ഈ വിധി പുറത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, മിസസ് ഇന്ദിരാഗാന്ധി അത് തനിക്കെതിരെയുള്ള വ്യക്തിപരമായ ഒരു അറ്റാക്കായാണ് പരിഗണിച്ചത്. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളൊക്കെയും കോടതി അപ്ഹോൾഡ് ചെയ്തിട്ട് പോലും ഇത് തൻ്റെ അധികാരത്തിനു മേലുള്ള ജുഡീഷ്യറിയുടെ ഒരു കടന്നുകയറ്റമാണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി. അവർ വെറുതെ ഇരിക്കുകയും ചെയ്തില്ല. 25-ാം തീയതി ഏപ്രിൽ 25, 1973 5:45 ഓൾ ഇന്ത്യ റേഡിയോ
പ്രക്ഷേപണം ചെയ്ത ഇംഗ്ലീഷ് ന്യൂസിലൂടെ മറ്റൊരു വാർത്ത പുറത്തു വന്നു. അന്നേ വരെയുള്ള ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അന്ന് സീനിയേഴ്സ് ആയിരുന്ന ജസ്റ്റിസ് ഷേലറ്റ്, ജസ്റ്റിസ് ഗ്രോവർ, ജസ്റ്റിസ് ഹെഗ്ഡെ എന്നിവരെ സൂപ്പർ സീഡ് ചെയ്തുകൊണ്ട് അവരെക്കാളൊക്കെ ജൂനിയറായ ജസ്റ്റിസ് എ എൻ റേ ഈ കേസിൽ ഡിസെൻഡിങ് ഒപ്പീനിയൻ എഴുതിയ ആളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജസ്റ്റിസ് എ എൻ റേയെ ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്തു എന്ന് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസിലൂടെ അറിയിച്ചു. ഈ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആദ്യമായി സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിമാർ രാജിവെച്ചൊഴിഞ്ഞു. 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 44th അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് ആർട്ടിക്കിൾ 19F പ്രകാരമുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു മൗലികാവകാശം അല്ലാതെയാക്കി. 676 പേജ് വരുന്ന ഒരുപക്ഷെ ഏറ്റവും നീളം കൂടിയ ഈ ജഡ്ജ്മെന്റിൽ ഒരിടത്ത് പോലും കൃത്യമായി ബേസിക് സ്ട്രക്ചർ എന്താണ് എന്നതിന് ഒരു ലിസ്റ്റ് കോടതി കൊടുക്കുന്നില്ല. ഒരു ഇൻഡിക്കേറ്റീവ് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറലിസം, ജുഡീഷ്യൽ റിവ്യൂ, സെക്യുലർ നേച്ചർ എന്നൊക്കെ. എന്നാൽ ഈ ജഡ്ജ്മെന്റ് അവസാനിപ്പിക്കുമ്പോൾ വരും കാലങ്ങളിലെ ന്യായാധിപന്മാർക്കു കൂടി എടുത്തുപയോഗിക്കാൻ തക്കവണ്ണം ഒരു വടിയായി ഈ ബേസിക് സ്ട്രക്ചറിനെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന നിരവധി കോടതി വിധികളിലും ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എടുത്തുപയോഗിക്കുകയും, ഇന്ത്യയിൽ മാത്രമല്ല ബംഗ്ലാദേശിലൊക്കെ തന്നെയും ഈ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ നിയമനിർമ്മാണങ്ങൾക്കും ഭരണഘടനാ വ്യാഖ്യാനങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുവിധം ജനാധിപത്യ ഭരണഘടനകളെ ഒക്കെയും ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഈ ലിസ്റ്റിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസ് കേശവാനന്ദ ഭാരതിയിൽ ഓവർ റൂൾ ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇനി വരും കാലങ്ങളിൽ ഏത് ജഡ്ജിനും ഫണ്ടമെന്റൽ റൈറ്റും ബേസിക് സ്ട്രക്ചറാണ് എന്ന് പറയുകയും നിയമം ഗോലഖ്നാഥിന്റെ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യാവുന്ന രീതിയിൽ ജുഡീഷ്യറിയുടെ സുപ്രീമസിയെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് കേശവാനന്ദ ഭാരതി അവസാനിക്കുന്നത്. എല്ലാ കാലത്തും ഭരണഘടനയുടെ സംരക്ഷകർ തങ്ങൾ തന്നെയാണെന്ന് കോടതിയും ജഡ്ജിമാരും ഉറപ്പിച്ചു പറഞ്ഞ ഒരു വിധി എന്ന നിലയ്ക്കാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പിന്നീട് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത്. അത് ശരിയാണോ അല്ലയോ എന്നത് പറയേണ്ടത് വരും കാലങ്ങളാണ്. വരട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേ? ഫിയറ്റ് ജസ്റ്റിഷ്യ റോവട്സില.